വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഇന്ന് 4ാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്നത് ദ ആർച്ചസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ശരിക്കും ഒരു ബ്രിഡ്ജാണ്, ആ ഒരു റൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. വെൽക്കം. ഇന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ക്യാപ്പ് സെറ്റ് ചെയ്തു. ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ടായിരുന്നു ലേക്ക് റോഡില്ലേ, ബഡോക്സ് വുഡിലേക്ക് പോയിട്ടുള്ള ആ ഒരു റൂട്ട് തന്നെ പോയിട്ടാണ് പിന്നീടാണ് പോകേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ബഡോക്സ് വുഡിലേക്കുള്ള ഒരു യാത്രയിൽ കൂടിയായിരുന്നു. അപ്പോൾ ആ ഒരു റൂട്ട് തന്നെയാണ്. ബട്ട് ദിസ് ടൈം വന്നപ്പോൾ ആ ഒരു വെള്ള പൂക്കൾ നിറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മരങ്ങളിലൊക്കെ പൂക്കളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പിങ്ക് കളറും മെറൂൺ ഷെയ്ഡിലൊക്കെ ഉള്ള കളേഴ്സിലുള്ള പൂക്കളൊക്കെയാണ്. അപ്പോൾ ഇത് വൈറ്റ് കളർ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്നേരം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ഇതിങ്ങനെ പൊഴിഞ്ഞ് മൊത്തത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. പല സ്ട്രീറ്റുകളിലും സ്പ്രിങ് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചിലയിടത്ത് നിറച്ച് പൂക്കളായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, മരങ്ങളിലൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ വേറെ ഒരു സ്ട്രീറ്റിലേക്ക് കടക്കുകയാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഇതൊന്ന് ന്യൂ ഏരിയ ആണെന്ന് തോന്നുന്നു, ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ. അപ്പോൾ ന്യൂ ബിൽഡിങ്സ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ മരങ്ങളും ആ ഒരു സ്പ്രിങ്ങിലേക്ക് എത്തിയിട്ടില്ല. ഇന്നത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് 17 മിനിറ്റ്സിൻ്റെ ഒരു റൈഡാണ് മാപ്പിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് കുറച്ചുകൂടെയൊക്കെ സമയം നമ്മൾ എടുക്കും അങ്ങ് എത്താനായിട്ട്. ബിക്കോസ് നമ്മളൊന്നും കൂടെ വ്ലോഗൊക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് കുറച്ചുകൂടി ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നമുക്ക് മരങ്ങളിലൊക്കെ ആ ഒരു ഇലകളും അല്ലെങ്കിൽ പൂക്കളും ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു സൈഡിൽ കണ്ടതാണ് ഇങ്ങനെ ഒരു മരം. അത് എല്ലായിടത്തും അങ്ങനെ കാണാറില്ല, പക്ഷേ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കുട പോലെ നിൽപ്പുണ്ട് നിറച്ച്. ഇതൊക്കെ ഈ ഒരു ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൻ്റെ സൈഡിലുള്ള കുറെ ബിൽഡിങ്സുമായിട്ട് ആ ഒരു സാമ്യത നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിള് പെഡസ്ട്രിയൻസിനെ നമ്മൾക്ക് അവരെ സ്റ്റോപ്പ് ചെയ്ത് തരും. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ സീബ്ര ലൈൻസ് അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന വരുന്ന സ്ഥലമാണ്. ആ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടിച്ചു പോവാം, ആ ഒരു തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ. അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഹെൻലീസ് ജൂനിയർ സ്കൂള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടാണ് ബ്ലേസ് സ്കൂള്, അതും അടിപൊളിയാണ്. ഇതൊരു ജൂനിയർ സ്കൂളാണ് ഈ ഒരു കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ മോണമെന്റ് അല്ല ഇത്, പക്ഷെ ഒരു കൺസ്ട്രക്ഷൻ, ഒരു ആർച്ചിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ഇത് ആർച്ച് ശരിക്കും ഒരു റെയിൽവേ വയഡക്റ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് കുറച്ചും കൂടി ആ ഒരു ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ട് വിക്ടോറിയൻ ഒരു ഇൻഡസ്ട്രിയൽ മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വിക്ടോറിയൻ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റും ഈ ഒരു പ്ലേസ് തൊട്ട് മുന്നോട്ട്. ഇനി ഏകദേശം സിറ്റി സെന്ററിലേക്ക് ഒരു 7 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് സിറ്റിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ദ ആർച്ചസ് ഉള്ളത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ആയിട്ട് കാണുന്നതാണ് ആ ഒരു വിക്ടോറിയൻ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. നമ്മളും ഇങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റ് ആണ് ആ ഒരു റൂംസിനൊക്കെ. ഇപ്പൊ ദ ആർച്ചസ് എന്നുള്ള സൈൻ ബോർഡ് ഇവിടെ കാണാം. നമുക്ക് പല സ്ഥലത്തും ഇതുപോലെ സൈൻ ബോർഡ്സ് കാണാം. അതുകൊണ്ട് തന്നെ ഈസിയാണ്, നമ്മൾ റൂട്ട് മാപ്പ് നോക്കാതെ തന്നെ നമുക്ക് ആ ഒരു സൈക്കിൾ യാത്ര, ആ ഒരു റൈഡ് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. സൈക്കിൾ പാത്ത് അടിപൊളിയായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ചെറിയൊരു തണുപ്പോട് കൂടിയാണ് ഈ ഒരു യാത്ര. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടയേർഡ് ആവത്തില്ല പെട്ടെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈവൻ ഒന്ന് ടയേർഡായാലും കുറച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ഭയങ്കരമായിട്ട് റിഫ്രഷ്ഡ് ആവും. അതുപോലെ ഒരു ഫീലിംഗ് ആണ്, ഒരു കൂൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ബട്ട് ആ ഒരു കൂൾ ആണെന്ന് കരുതിയിട്ട് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ക്രീംസ് ഒക്കെ അതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല ടൈപ്പ് വീടുകൾ കാണാം. ഇപ്പോൾ നമ്മൾ ഒരു ഹില്ലി ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ താഴെയായിട്ട് പല തട്ടിലായിട്ട് ഇങ്ങനെ വീടുകൾ നമുക്കിങ്ങനെ കാണാം. ഓരോ വ്യൂസും അടിപൊളിയാണ്. ഓരോ സ്ട്രീറ്റ് ഇങ്ങനെ തിരിയുന്നതും ഈ മെയിൻ റോഡിലേക്കുള്ള സ്ട്രീറ്റ്സ് എല്ലാം നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓരോരോ തട്ടായിട്ട് ഓരോരോ വീടുകളും അതുപോലെ ആ ഒരു ചർച്ച്, അതിൻ്റെ അവിടേക്കാണ് നമ്മളിനി അങ്ങോട്ട് പോകുന്നത്. ആ ഒരു ചർച്ച് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ആണിത്. അതിൻ്റെ അടുത്തേക്ക് ആ ഒരു സ്ട്രീറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. സോ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എടുക്കാമെന്ന് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പിക്ചേഴ്സും. ദെൻ ഇനി നമ്മൾ നേരെ ആ ഒരു ആർച്ചസിൻ്റെ അതേ റൂട്ടിൽ തന്നെ ഫോളോ ചെയ്യുകയാണ്. ഇവിടെ കുറേ വിക്ടോറിയൻ ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ അടുത്തായിട്ടുള്ള ഒരു വ്യൂ ആണിത്. സിറ്റിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടേക്ക് എങ്ങും സ്പ്രിങ് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നതാണ്. കാരണം മരങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ആ ഒരു ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് ഇനി പയ്യെ ഇവിടെയൊക്കെ ഇലകളും പൂക്കളും ഒക്കെ ആയി വരുള്ളായിരിക്കും. പക്ഷെ കുറച്ചൊക്കെ ചെടികളും കാര്യങ്ങളിലൊക്കെ നിറയെ പൂക്കളുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ലാവൻഡർ കളറിൽ പൂക്കളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് യെല്ലോ ആൻഡ് റെഡ് ആയിട്ടുള്ള നമ്മുടെ
ട്യൂലിപ്സ് കാണുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ശരിക്കും ഇത് ലാവൻഡറിന്റെ ആ ഒരു പ്ലാന്റ് ആണെന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു. ശരിക്കും അതേപോലെ മോഡലിലാണ് എനിക്ക് തോന്നിയത്. ഇനി ആണെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. നമ്മളങ്ങനെ സിറ്റിയുടെ ആ ഒരു സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് ആർച്ചസിലേക്ക്. ഒരു സൈക്കിൾ പാത്ത് ഒക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നത്. നോക്കാം. വാവ്, നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. കളർഫുൾ ആയിട്ടുണ്ട്. അങ്ങോട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ നല്ല കളർഫുൾ ആണ്. ആർട്ടിസ്റ്റിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മള് ഒരു റെയിൽ ബ്രിഡ്ജ് ആണ് ശരിക്കും. നമുക്ക് അടുത്തെത്തിയിട്ട് എന്റെ വീഡിയോ കാണാം. കുറെ പ്രാവശ്യം ഇതുവഴി പോയിട്ടുണ്ട്. പക്ഷെ ആ ഒരു താഴെ കാണുന്ന ബ്ലൂ ബിൽഡിംഗ് നേരെ ഈ ഒരു ആർച്ചിപ്പ് കാണുമ്പോ ഒരു ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു ബിസ്റ്റോൾ തന്നെ ഫേമസ് ഫോർ ഫ്രാൻസ്കി ദ ആർട്ടിസ്റ്റ് ആണ് ശരിക്കും. ഞാൻ ആദ്യം ഇങ്ങോട്ട് ഈ ബിസ്റ്റോള് ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത് എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം അതായിരുന്നു. ഫ്രാൻസ്കിയുടെ പെയിന്റിങ്സ്. പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രൂവറി ആണ്. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഒക്കെ വേണ്ടി നമുക്ക് ഈ ഒരു സൈക്കിൾ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തി തന്നിരിക്കുകയാണ്. എന്ത് രസാലേ, നമ്മുടെ നാട്ടിലാണ് നടക്കോ. ഇനി പെയിന്റിങ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ കുറെ പെയിന്റിങ്സ് നമുക്ക് കാണാം. ബ്ലാക്ക് റെസ്റ്റോറൻറ്റ്സ്. അത് നമ്മള് ആർച്ചസിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഒരു ലാൻഡ്മാർക്ക് ആണ് ബ്രസ്റ്റോളിന്റെ. ഒരു ആർച്ച് ഷേപ്പ് ആണ്. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് കാണാം. നമ്മൾ ആർച്ചസിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ബ്രസ്റ്റോളിന്റെ ഒരു ലാൻഡ്മാർക്ക് നമ്മൾ ആർച്ചസ്. ഒരു റെയിൽ ബ്രിഡ്ജ് ആണിത്. ഞാൻ പെയിന്റിങ്സിനെ പറ്റി പറഞ്ഞില്ലേ, എപ്പോഴും ഇതുവഴി പോകുമ്പോ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മുടെ 4ാമത്തെ ദിവസം അങ്ങനെ അടിപൊളിയായിരിക്കാണ്. ഇനി ഞാൻ തിരിച്ച് വീഡിയോസ് എടുക്കാറില്ലല്ലോ. അപ്പൊ തിരിച്ചിരിക്കും പയ്യെ അങ്ങോട്ട് പോവാം. ആർട്ടിസ്റ്റ് ഒക്കെ കണ്ട് നമ്മളെ സിറ്റി സെന്ററിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതുണ്ടോ, ഇപ്പോഴും ഇങ്ങനെയുള്ള സീരീസ് റെക്കോർഡ്സ് ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ശരിക്കും വാങ്ങണമെന്നുണ്ട്, ബട്ട് അങ്ങോട്ട് വരെ എങ്ങനെ കൊണ്ടുവരാ. സോ ഇത് കണ്ടോ, പിയേഴ്സ്, പപ്പായ, ക്ലെമന്റൈൻസ്. നമ്മളിവിടെ ഓറഞ്ച് എന്ന് മാത്രം വിളിക്കുന്നത്. ഇവിടെ പല പേരാണ്. ഇത് ക്ലെമന്റൈൻസ്, ഇത് ഓറഞ്ച്, ഹണി മെലൺ, റാസ്ബെറി ഒക്കെ അറിയാലോ, പ്ലം, ദെൻ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. സൈഡില് നമ്മുടെ ഏത്തക്കയുണ്ട്. യെല്ലോ കോൾഗേറ്റ്, അതെനിക്കറിയില്ല. പോഷ്. ഇത് അവക്കാഡോ, ഇത് പാർസ്നിപ്സ്, കോക്കനട്ട്. 99 pence each. 100 ആണ് നാട്ടിലെ വില വരുമ്പോഴത്തേക്കും. അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. എന്നാലും ഇതുണ്ട് യംസ്. ഇതെന്താന്ന് എനിക്കറിയില്ല. യംസ്, ദെൻ rhubarb, then watermelon. അങ്ങനെ നമ്മൾ പച്ചക്കറി ഷോപ്പിന്റെ അകത്തോടെ കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടറ്റോ. To buy from the Arches, Bristol. മരം കണ്ടോ, ഇതുപോലത്തെ വീട് ശരിക്കും കാസൽ കമ്പനിയിൽ പോയപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ ഒരു വീടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഹട്ട് പോലെ. നെറ്റ് ടെക്കുവാന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ. അങ്ങനെ അതായിരുന്നു നമ്മളുടെ 4th ഡേ അറ്റ് ദ ചർച്ചസ്. ഇവിടുന്ന് സിറ്റി സെന്റർ വരെയുണ്ട്. പക്ഷെ വിചാരിക്കുന്നില്ല, 17 minutes റൈഡായിരുന്നു. അപ്പോൾ നമുക്കിനി 5th റൈഡിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.